ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാന്യനായ MLA ശ്രീ സനീഷ് കുമാർ ജോസഫ്, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP ജെയിംസ്, നമ്മുടെ വികാരിയച്ഛൻ റവറൻഡ് ഫാദർ ആൻഡ്രൂ കരിപ്പായി, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള അധ്യാപകരെ, ബഹുമാന്യരായ മാതാപിതാക്കളെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, വിശദമായ ഒരു റിപ്പോർട്ട് അവതരണത്തിലൂടെ നമ്മുടെ വിദ്യാലയം ഈ അക്കാഡമിക് ഇയറിൽ കാഴ്ചവെച്ച പാഠ്യേതര പ്രവർത്തനങ്ങൾ നാം മനസ്സിലാക്കുകയായിരുന്നു. ഈ സമയം ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ബഹുമാന്യ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ നിത്യയെയും സിസ്റ്ററിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപക അനധ്യാപകരെയും, സ്നേഹമുള്ള മാതാപിതാക്കളെയും, ഏറ്റവും പ്രത്യേകമായി ഇത് നിവർത്തിതമാക്കിയ എല്ലാ വിദ്യാർത്ഥികളെയും മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ LKG മുതൽ 7 വരെ ഉള്ള ക്ലാസ്സുകളിലുള്ള കുഞ്ഞുമക്കൾ എത്ര മനോഹരമായി തങ്ങളുടെ വിദ്യാഭ്യാസം ഇവിടെ നടത്തുന്നുവെന്ന് നാം റിപ്പോർട്ടിലൂടെ കണ്ടു കഴിഞ്ഞു. ആരംഭത്തിലുണ്ടായ ബാൻഡ് സെറ്റ് മുതൽ ഇതുവരെയുള്ള ഓരോ കാര്യങ്ങളും അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കുകയായിരുന്നു. ഞാൻ ഇവിടുത്തെ ഒരു അധ്യാപികയായിരുന്നു. 1 വർഷം ഞാനിവിടെ സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ ഇരുന്ന് ഇതെല്ലാം വീക്ഷിച്ചതും അനുഭവിച്ചതും. വിദ്യാഭ്യാസം അത് സിലബസുകൾക്കപ്പുറമുള്ള സ്നേഹബന്ധങ്ങളുടെ കഥയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ എലിനിപ്ര സെയിൻറ്റ് ആൻ്റണി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 100% അത് ശരിയാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സിസ്റ്റർ തേജ മരിച്ചപ്പോൾ ഇവിടെ വന്ന് അന്ന് കേട്ടും കണ്ടും ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. സിസ്റ്റർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ രാവിലെ മുതൽ സിസ്റ്ററിൻ്റെ ബറിയൽ വരെ വന്നുകൊണ്ടിരിക്കുകയും സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാനും സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാനുമായി വന്നിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഈ സ്നേഹബന്ധം, ഈ വിദ്യാഭ്യാസം എന്നുള്ളത് അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ ഒരു സ്നേഹ കഥയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ഷീജ ടീച്ചർ നിർഭാഗ്യവശാൽ ഇവിടെ ഇല്ല. ടീച്ചറെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല. എങ്കിലും അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ടീച്ചറും ഇതുപോലെ തൻ്റെ അധ്യാപന ജീവിതത്തിൽ ഒരു സ്നേഹബന്ധം കാത്തു സൂക്ഷിച്ച ആളായിരുന്നു എന്നാണ്. അധ്യാപകരെയും അതോടൊപ്പം തന്നെ തൻ്റെ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും വ്യക്തിപരമായി അറിയുകയും കാണുകയും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഏത് വിധത്തിലാണെങ്കിൽ, ഉപദേശത്തിലൂടെയോ സാമ്പത്തിക സഹായത്തിലൂടെയാണെങ്കിൽ പ്രാർത്ഥനയിലൂടെയാണെങ്കിൽ അത് ചെയ്തു കൊടുത്തൊരു മഹനീയ വ്യക്തിത്വമാണ് ഷീജ ടീച്ചർ എന്ന് മനസ്സിലാക്കുന്നു. ടീച്ചറിൻ്റെ അഭാവത്തിൽ CMC ഉദയ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ കഴിഞ്ഞ 33 വർഷക്കാലം ടീച്ചർ ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെയ്ത നിസ്തുല സേവനത്തിന് മാനേജ്മെൻറ്റിൻ്റെ പേരിൽ നന്ദി പറയുകയും ടീച്ചറിനെ അഭിമാനത്തോടെ ഓർക്കുകയും റിട്ടയർമെൻറ്റ് ലൈഫിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെ ഭവനത്തിൽ നിന്നാണ്. മാതാപിതാക്കളാണ് അവരുടെ ആദ്യ അധ്യാപകർ. ഭവനമാണ് ആദ്യ വിദ്യാലയം. വിശ്വാസവും മറ്റു കാര്യങ്ങളും ഏറ്റവും അധികം അവർ കണ്ടുപിടിക്കേണ്ടത് ഭവനത്തിൽ നിന്നാണ്. കഴിഞ്ഞ ലോകകപ്പിൽ നിങ്ങൾക്കറിയാം, ബ്രസീലിനെ നയിച്ച കളിച്ച ഒരു നെയ്മർ എന്ന
അദ്ദേഹത്തിന് ഒരു കാലിൽ എന്തോ ഒരു വൂണ്ട് വന്ന് കളിയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പക്ഷെ നെയ്മർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആൻഡ് എ സൺ ഓഫ് ഗോഡ് ഐ വിൽ കം ബാക്ക്. അത്രയ്ക്കൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ തോറ്റ് പിന്മാറില്ല, ഞാൻ ഇനി തിരിച്ചു വരും എന്ന് പറഞ്ഞാണ് അദ്ദേഹം പിന്മാറിയത്. ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ലഭിച്ചതാണ് ഈ ഈശ്വര വിശ്വാസം. ഇതുപോലെയുള്ളൊരു വിശ്വാസം നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകേണ്ടത് ആദ്യ കളരി നമ്മുടെ കുടുംബമാണ്. കുടുംബത്തിലുണ്ടാകുന്ന മുറിവുകൾ ഉണക്കേണ്ടത് വിദ്യാലയത്തിലാണ്. വിദ്യാലയത്തിലേറ്റ മുറിവുകൾ ഉണക്കേണ്ടത് കുടുംബത്തിലാണ്. അങ്ങനെ മാതാപിതാക്കളും അധ്യാപകരും കൈകോർത്ത് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കുകൊള്ളുമ്പോൾ നല്ല പൗരന്മാർ നമ്മുടെ നാടിന് ലഭ്യമാകും. നല്ല മക്കൾ ഉയർന്നു വരും. അങ്ങനെ അവർ ഈ നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും പ്രിയപ്പെട്ടവരായിട്ട് മാറും. ഇതിന് നാം എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ഈ ആനുവൽ ഡേക്ക് നിങ്ങൾ ചെയ്ത എല്ലാ പ്രയത്നങ്ങളെയും ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. സന്തോഷത്തോടെ ഇതിന് വീണ്ടും നന്ദി പറയുകയാണ്. ഇത്ര മനോഹരമായി ഇനി സിസ്റ്റർ പറയുകയായിരുന്നു, ഒരു 8-8:30 വരെ കളികളൊക്കെ ഉണ്ടാകുന്നു. എനിക്കറിയാം, ചൗക്ക സ്കൂളിലെ ജിപ്ര സ്കൂളിലെ ആനുവൽ ഡേ എന്ന് പറഞ്ഞാൽ അത് ഈ പ്രദേശത്തെ ഒരു ഉത്സവമാണ്. അത് കൊടി കയറിയിട്ടേ ഉള്ളൂ. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു.